ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 23 വ്യാഴാഴ്ച തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മധുവിധു. വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിച്ച ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായി കുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 1,18 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 4-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 66 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് വീക്കെൻഡ് കളക്ഷനായി സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 1,84 ലക്ഷം രൂപയാണ്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 2,35 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സബിൻസ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. മലയാളത്തിന് പുറമെ തെലുങ്കിലും വമ്പൻ തരംഗമായി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 4-ാമത്തെ ഞായറാഴ്ച കൂടിയായ 25 ദിവസമായി ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,90 ലക്ഷം രൂപയായിരുന്നു. ഇതോടെ കേരള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് നേട്ടത്തിനുടമയായി മാറിയ ഈ സിനിമ 25 ദിവസം കൊണ്ട് കേരളത്തിൽ 123,50 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ നേടിയെടുത്തിരുന്നത് 121,90 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 3,18 ലക്ഷം രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 1,56 ലക്ഷം രൂപ തെലുങ്ക് പതിപ്പ് ഷെയറായി മാത്രം കിട്ടിയിട്ടുമുണ്ട്. സിനിമയുടെ 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 226,50 ലക്ഷം റേഞ്ചിലാണ്. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ തുടർച്ചയായി 2-ാം ദിവസവും വാഴ 2-നെ മറികടന്നുകൊണ്ട് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമയുടെ മുന്നേറ്റം തുടരുകയാണ്. വാഴ 2 ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,90 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം നേടിയെടുത്തത് 2,10 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 21,65 ലക്ഷം രൂപയാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 34-35 കോടി റേഞ്ചിലുമാണ്. ചിത്രത്തിന്റെ 40 കോടി വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ചിത്രം 12-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 12,46 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17,50 ലക്ഷം റേഞ്ചിലുമാണ്. പ്രദീപ് രംഗനാഥൻ നായകനായി വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത ലവ് ഇൻഷുറൻസ് കമ്പനി അഥവാ LIK എന്ന സിനിമയുടെ 16 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 35,35 ലക്ഷം, കർണാടകയിൽ 4,15, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 9,63, കേരളത്തിൽ 70 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 57 ലക്ഷം എന്നിങ്ങനെ 50,40 ലക്ഷം രൂപയാണ് 16 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $1.2 മില്യൺ, അതായത് 11,30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 16 ദിവസം കൊണ്ട് 61,70 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 95 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 39,50 ലക്ഷം രൂപയ്ക്കാണ്. മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന മിഖായൽ എന്ന അമേരിക്കൻ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിരുന്നു. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 60 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഉൾപ്പെടെ ഈ സിനിമ കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് 1,80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റായി 16 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 19,26 ലക്ഷം രൂപയുമാണ്. $200 മില്യൺ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി $217 മില്യൺ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.